നമ്മളായിരിക്കുന്ന സാഹചര്യത്തിൽ മറ്റുള്ളവർക്ക് അവരുടെ ഹൃദയത്തെ മുറിപ്പെടുത്തുന്നവർ ആയി നമ്മൾ മാറുന്നുണ്ടോ? നമ്മുടെ വാക്കുകൾ അവരെ വേദനിപ്പിക്കുന്നുണ്ടോ? നമ്മുടെ പ്രവൃത്തികൾ അവർക്ക് നന്മയായി തീരുന്നുണ്ടോ? നമ്മൾ അവർക്കൊരു വഴികാട്ടിയായി തീരുന്നുണ്ടോ? കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നമ്മളായിരിക്കുന്ന ഭവനത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങളോട്, നമ്മുടെ മാതാപിതാക്കളോട്, നമ്മുടെ സഹോദരങ്ങളോട്, നമ്മളായിരിക്കുന്ന സാഹചര്യത്തിൽ നമ്മുടെ സുഹൃത്തുക്കളോട്, ചുറ്റുമുള്ളവർക്ക് നമ്മളൊരാശ്വാസമായി തീരുവാൻ, നമ്മുടെ വാക്കുകൾ അവരെ സമാധാനത്തിലേക്ക് കൊണ്ടുപോകുവാൻ, നമ്മുടെ ഇടപാടുകൾ അവരെ നന്മയിലേക്ക് നടത്തുവാൻ, നമ്മൾ മുഖാന്തരം മറ്റുള്ളവർക്കൊരു വേദന ഉണ്ടാവാതിരിക്കാൻ കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. മറ്റുള്ളവരുടെ ജീവിതത്തെ സാതുഷ്ടമാക്കുവാൻ, മറ്റുള്ളവരുടെ ജീവിതത്തെ സന്തോഷമാക്കുവാൻ നമ്മൾ മുഖാന്തരം ദൈവം ആഗ്രഹിക്കുന്നു. നമ്മൾ മറ്റുള്ളവർക്കൊരു വെളിച്ചമായി തീരുവാൻ, നമ്മുടെ പ്രവൃത്തി കണ്ട് അവർക്കൊരു സമാധാനമുണ്ടാക്കുവാൻ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ഈ പകൽക്കാലം അങ്ങനെയാണോ നമ്മളെന്ന് ചിന്തിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മളെ തന്നെ താഴ്ത്തി മറ്റുള്ളവർക്ക് നമ്മളൊരു ബ്ലസ്ഡ്, അവൻ എൻ്റെ ജീവിതത്തിൽ ഉള്ളതുകൊണ്ട് ഞാൻ ഒത്തിരി സന്തോഷിക്കുന്നു, അവൾ എൻ്റെ ജീവിതത്തിൽ ഉള്ളതുകൊണ്ട് ഞാൻ ഒത്തിരി സമാധാനം അനുഭവിക്കുന്നു, അവളെ എനിക്ക് നൽകിയതുകൊണ്ട്, അവനെ എനിക്ക് നൽകിയതുകൊണ്ട്, എൻ്റെ കുഞ്ഞുങ്ങളെ എനിക്ക് നൽകിയതുകൊണ്ട്, എൻ്റെ മാതാപിതാക്കളെ എനിക്ക് നൽകിയതുകൊണ്ട് ഞാൻ ദൈവത്തിന് ഒത്തിരി നന്ദി പറയുന്നു എന്ന് പറയുവാൻ ഈ പകൽക്കാലം ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ. ആമേൻ.